ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. മൂവിയുടെ പേര് തുടക്കം. അപ്പോൾ നമുക്ക് വീഡിയോ റിയാക്ഷനിലോട്ട് പോകാം. മര്യാദയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങാൻ എത്ര നാളായിട്ട് പറയുന്നു. ആ പ്രിയൊക്കെ ഏത് എക്സാം എഴുതിയാലും ലിസ്റ്റിലുണ്ട്. എങ്ങനെയുണ്ട് പ്രകൃതി രമണീയത? ഇത് വിസ്മയല്ലേ? വിസ്മയ മോഹൻലാലിന്റെ മോളാ പറഞ്ഞത്. എവിടെ ഫീൽ ഗുഡ് മൂവി പോലെ കുന്നും മലയും ഒരാള് വീട് മാറി വരെയാണ് എന്നുവെച്ചാ ഇവളെ ഫാമിലിയാ. ഇവരെ ഫാമിലി എന്ന് തോന്നുന്നു. ഇവരെ ഫാമിലിയാ ഇവളാ പറഞ്ഞത്. ഇവരെ ഫാമിലി ആയിരിക്കും. ഓ, എന്തായാലും നോക്കാം. താനാ വാടക വീട്ടിലെ താമസം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് സിയ. മിയ. നൈസ് ന്യൂസ്. എന്നുവെച്ചാ അവിടെ വന്നിട്ട് എല്ലാവരുടെയും കമ്പനി ആവണം. ആൾക്കാരുടെ എല്ലാം കമ്പനി ആയിട്ട് എവിടെന്നോ ഫാമിലി ആയിട്ട് വന്നിട്ട് പുറത്തുനിന്നോടെ വന്നു. മീനുമോളവിടെ, അവളല്ലേ ഇന്നത്തെ സ്റ്റാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്. ചേട്ടാ, കുറച്ചും കൂടെ വലിയൊരു സ്ഥലം ഉണ്ടാവോ? ഉള്ളൊരു ഫീൽ കിട്ടണല്ലോ. ഒരു ഗ്രാമവും അവിടുത്തെ ആൾക്കാരൊക്കെ സ്നേഹമുള്ള ആൾക്കാർ മാത്രം. മോശമായിട്ടുള്ള ഒരു ആളെയും കാണിച്ചില്ല ഇപ്പൊ ഇതുവരെക്ക്. എല്ലാരും സ്നേഹമുള്ള ആൾക്കാർ. ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. അതെ അതെ. മീനുമോളാണ് നായിക. ഒളിച്ചോടാനൊന്നും പ്ലാൻ ഇല്ലല്ലോ? പിന്നെ ഈ വാടകക്കാരായാലും ഒരാഴ്ചക്കുള്ളിൽ ഒഴിപ്പിച്ചോണം. എന്നുവെച്ചാ എന്തുവാ വാടകക്കാരായാലും ഒരാഴ്ച അവരെയല്ലേ വാടകയ്ക്ക് വന്നത്? തന്നെ വേണമായിട്ടാണ് കാണിക്കണം. ഇവരെ ഫാമിലിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പ്രശ്നം വരും തോന്നുന്നു. അതെ, സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെ തനിക്കുള്ള പണിയെ തന്റെ വീട്ടിൽ വരും. ഇവരെ കുടുംബത്തിനാണ് പ്രശ്നം പറഞ്ഞെന്ന് തോന്നുന്നു. ഈ അച്ഛൻ എന്തോ ആരോ ആണ്. സൈമറാണ് അച്ഛനായിട്ടുള്ളത്. അത് തന്നെ, വിസ്മയുടെ അച്ഛൻ. അപ്പോൾ ഇവര് ഇങ്ങനെ വല്ല ഇതാണ് ഇവര് സർക്കാരിന്റെ വല്ല ഓഫീസിലുള്ള പ്രശ്നത്തെ പോയി വീണായിരിക്കും. ജോലിക്കാരനാണ്. ഇങ്ങനെ അറിഞ്ഞൂടാ. ജോലിക്കാരാകുമ്പോഴേ പ്രശ്നം വരുമോ? അങ്ങനെ വരും. അന്നത്തെ ആ സംഭവം അച്ഛൻ ഇനി ഓർക്കണ്ട. അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലണം. ഇവരെ ഫാമിലിക്ക് എന്തോ പ്രശ്നം വരുമ്പോ പിന്നെ വിസ്മയ വരുമോ? വിസ്മയ ഇറങ്ങുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. അച്ഛന് പ്രശ്നമാണ്, മോള് ഇടപെടുമായിരിക്കും. നോക്കാം. ഷോ ഇറക്കണമല്ലോ ജോബിത്രേ. താനും മോള് മാത്രല്ലേ ഉള്ളൂ വീട്ടില്. കൊല ചെയ്യുമെന്ന് തോന്നുന്നു കുടുംബത്തോടെ ഫുള്ളായിട്ട്. താനും മോള് മാത്രല്ലേ വീട്ടിൽ ഉള്ളൂ എന്ന്. മറ്റേനെ പോലെ ആയിരിക്കോ? ബ്ലാസ്റ്റിനെ പോലെ? ബ്ലാസ്റ്റ് ഇല്ല, മാർഗനെ പോലെ ഇരിക്കും. ബ്ലാസ്റ്റിനെ പോലെ ഇടിക്കണ ശരി തന്നെ. പക്ഷെ മറ്റേ മാർക്കലാണ് വീട് കയറി വന്ന് വില്ലന്മാരെ ടെറർ ആയിരിക്കില്ല. ഇല്ലല്ലോ, ചിലപ്പോ ആയിരിക്കും. നോക്കാം, ബാക്കി നോക്കാം. ലാലേട്ടനെ കാണിക്കണ്ടേ? ലാലേട്ടന് ഇല്ലാത്തേക്ക് എന്ത് ആഘോഷോടാ പോലെ. ലാസ്റ്റ് ലാലേട്ടന് വന്നു. മോഹൻലാലിന്റെ മോളെ പടത്തിന് പിന്നെ ലാലേട്ടൻ വരാതിരിക്കും പറ്റുമോ? ഇല്ലേ? അതെ, രക്ഷിക്കാൻ വരുമായിരിക്കും. അതെങ്കിൽ ഒരു സീനില് ട്രെയിലർ കണ്ടിട്ട് ഒരു ഫീൽ കൂട്ടും, കുറച്ച് അടിയും വിളിയും അങ്ങനൊക്കെ ഉണ്ട്. ട്രെയിലർ കൊള്ളാം. പക്ഷെ ഒരു 2018 സിനിമ ഉണ്ടല്ലോ, ആ സമയത്തല്ലേ തന്നെ ഫീൽ ഗുഡായിട്ട് തുടങ്ങിയിട്ട് അടിയും വിളിയിൽ എന്തായിരുന്നു. ഇനി അതപ്പോൾ ലാസ്റ്റ് കൊണ്ട് അവസാനിപ്പിക്കുമെന്തോ മരണത്തില്. അത് വേണ്ടായിരുന്നു. എന്നാലും ട്രെയിലർ പൊളി.